സമയച്ചുരുക്കം മനസ്സിലാക്കിയിട്ട് ഞാൻ സംബോധനകൾ ഒഴിവാക്കുന്നതിൽ എന്നോട് ക്ഷമിക്കണം. മാത്രമല്ല 3-4 വാക്കുകൾ മാത്രമേ ഞാൻ സംസാരിക്കുന്നു. ആദ്യം തന്നെ ഉറപ്പ് തരികയും ചെയ്യുന്നു. ആമുഖമായിട്ട് ശ്രീ സന്തോഷ് ഇവിടെ സംസാരിച്ചു. ശ്രീ ബി ശിവൻപിള്ളയുമായിട്ട് എനിക്ക് ഏകദേശം 2 ദശാബ്ദക്കാലത്തിനധികമായിട്ട് ഉള്ള അടുത്ത പരിചയവും സുഹൃത്ബന്ധവുമുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് ഒരു നിയോഗം എനിക്ക് ലഭിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. ഞാൻ ഈ പുസ്തകം വളരെ സമയം എടുത്ത് തന്നെ ഇരുന്ന് തന്നെ അത് പൂർണ്ണമായിട്ട് വായിച്ചു തുടങ്ങിയാൽ നമുക്ക് താഴെ വെക്കാൻ ഒക്കാത്ത രീതിയിൽ നമ്മൾ അദ്ദേഹത്തോടൊപ്പം ഒരു ഹിമാലയൻ ആരെയാണ് മോഹിപ്പിക്കാത്തതിൽ ഏതൊരു നമ്മുടെ ഭാരതത്തിൽ ജനിച്ച ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആഗ്രഹമാണ് മരിക്കുന്നതിന് മുമ്പ് അവിടെ ഒന്ന് പോയി കാണണമെന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരു പ്രതീതിയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചു വരുന്നവരെ അദ്ദേഹത്തോടൊപ്പം നമ്മളും കൂടി യാത്രയാണ്. അദ്ദേഹം കാണുന്ന കാഴ്ചകളൊക്കെ നമ്മുടെയും കൂടി കാഴ്ചകളായി മാറുന്നു. അദ്ദേഹം കേൾക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കേൾവികളായി മാറുന്നു. അങ്ങനെ മാത്രമല്ല, ഇതൊരു ആധികാരികമായ ഒരു റെഫറൻസ് ഗ്രന്ഥം കൂടിയാണ്. നമ്മൾ എന്തെങ്കിലും അവിടെ പോകാനായിട്ട് ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ കരുതലെടുക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് വേണ്ടത്, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് ഈ പുസ്തകം ഒരു റെഫറൻസ് ഗ്രന്ഥം പോലെ, ഒരു ഗൈഡ് പോലെ, ഒരു മാർഗ്ഗനിർദ്ദേശം നൽകുന്ന പോലെ നമുക്ക് സാധിക്കും. മാത്രമല്ല, അദ്ദേഹം പോകുന്ന കാര്യങ്ങൾ, കണ്ട കാര്യങ്ങൾ വെറുതെ ഇങ്ങനെ എഴുതി വെക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഒരു വാഗ്മയ ചിത്രം തന്നെ അവിടെ ആണ് ഇത് വാക്കുകൾ കൊണ്ടൊരു ചിത്രം തന്നെ വരച്ച് അദ്ദേഹത്തെ റൂട്ട് മാപ്പ് വരച്ച് വെച്ചിരിക്കുന്ന പോലെയാണ്. അത്ര ലളിതസുന്ദരമായ ശൈലിയിലാണ്. മാത്രമല്ല, അദ്ദേഹം കാണുന്ന പല കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പൊതുവെയുള്ള അറിവുകൾ അദ്ദേഹം ഒരുപാട് സമാഹരിച്ചിരിക്കുന്നു, ഒരുപാട് റെഫറൻസ് നടത്തിയിരിക്കുന്നു. ഉദാഹരണം ഗംഗാ നദി. ഇപ്പോൾ ഞാൻ ഋഷികേശിൽ പോയി ഗംഗാ നദിയുടെ ഒഴുക്ക്, നമ്മൾ ഒരുപാട് നദികളിലെ ഒഴുക്ക് കണ്ടിട്ടുണ്ടെങ്കിലും ഗംഗാ നദി ഇങ്ങനെ ഒഴുകുന്ന കാണാൻ ഒരു പ്രത്യേകം കണ്ടിട്ടുള്ളവർക്കറിയാം. നമ്മൾ മണിക്കൂറുകൾ ഇരുന്നാൽ പോലും നമുക്ക് അത് കണ്ട് ആ ഒരു അനുഭൂതി നമുക്ക് പറഞ്ഞറിയിക്കാൻ പോലും സാധ്യമല്ല, അങ്ങനത്തെ അവസ്ഥയാണ്. അപ്പോൾ ഗംഗയെക്കുറിച്ചുള്ള എന്തെല്ലാം അറിവുകളുണ്ടോ ആ അറിവുകളെല്ലാം അദ്ദേഹം സമാഹരിച്ചിട്ട് അതിനോടൊപ്പം കൂട്ടിയിട്ടുണ്ട്. അതുപോലെ ഏത് സ്ഥലത്ത് ചെന്നാലും അതുമായി ബന്ധപ്പെട്ടൊരു ജനറൽ നോളജ്, പൊതുവിജ്ഞാനം എന്നുള്ള രീതി നമ്മൾ എന്തൊക്കെയാണോ മനസ്സിലാക്കേണ്ടത് ആ കാര്യങ്ങളെല്ലാം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വളരെ ലളിത സുന്ദര സുഭഗമായിട്ടുള്ള ശൈലിയിൽ ആർക്കും ബോറടിക്കാതെ, ആർക്കും വിഷമമില്ലാതെ വളരെ സുഗമമായിട്ട് വളരെ സുന്ദരമായിട്ട് നമുക്ക് വായിച്ചു പോകാവുന്ന രീതിയിൽ വായിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കൺമുമ്പിൽ നമുക്ക് കാണാം. ആ രീതിയിൽ അത്രയും മനോഹരമായിട്ടൊരു എഴുത്തുകാരൻ്റെ ആദ്യത്തെ ബുക്കാണ്, അദ്ദേഹം രചിക്കുന്ന ആദ്യത്തെ രചനയാണ് എന്ന് ഒരിക്കലും നമുക്ക് ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് തോന്നുകയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സമയക്കുറവ് പോലെ ഞാൻ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത്. എത്രയും ബഹുമാനായ വിജയകുമാർ സാർ, മുരളീകൃഷ്ണൻ സാർ, അഡ്വക്കേറ്റ് ശിവൻ, അതുപോലെ തന്നെ ശ്രീ സന്തോഷ് സാർ, ശ്രീ ഡി സുകേശൻ അവർ എൻ്റെ അവരുടെ എല്ലാം സാന്നിധ്യത്തിൽ, നിങ്ങളുടെ എല്ലാം കൊല്ലം നഗരത്തിലെ ഏറ്റവും പ്രബുദ്ധരായിട്ടുള്ള ഈ ഒരു ജനാവലിയുടെ വളരെ അനുഗ്രഹീതമായിട്ടുള്ള ഒരു സാന്നിധ്യത്തിൽ എൻ്റെ ഒരു ചിരകാല സുഹൃത്തു കൂടിയായിട്ടുള്ള ശ്രീ വി പി ജയപ്രകാശ് മേനോന് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഞാൻ ഈ പുസ്തകം കൈമാറി ഇത് പ്രകാശനം നിർവഹിക്കുന്നതായി വിനയപൂർവ്വം അറിയിക്കുന്നു. എല്ലാവരും ദയവായി ശ്രീ സന്തോഷ് സാർ പറഞ്ഞ പോലെ 2ാമത്തെ സ്റ്റോളാണ് NBS. എനിക്കും ബന്ധം, എൻ്റെ ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിച്ച NBS ആണ്. അവിടെ ഈ പുസ്തകം ലഭ്യമാണ്. അത് വാങ്ങുക, വായിക്കുക, അദ്ദേഹത്തെ അഭിപ്രായം പറയുക, പ്രോത്സാഹിക്കുക. അദ്ദേഹത്തിൻ്റെ പ്രായവും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു പ്രായത്തിൽ അദ്ദേഹം ഇങ്ങനെ പല ആൾക്കാരും ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ എന്ത് എന്നാണ് നമ്മുടെ ചിന്ത. അങ്ങനെയല്ല. അദ്ദേഹം ഒരു പുസ്തകം എഴുതണമെന്ന് തോന്നി, അദ്ദേഹം അതിന് ഒരുപാട് ഫോളോ അപ്പ് ചെയ്തു, അത് പ്രസിദ്ധീകരിച്ചു, അത് വിജയത്തിലെത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ആർജവം, അദ്ദേഹത്തിൻ്റെ ഒരു ഇച്ഛാശക്തി എല്ലാ ആൾക്കാർക്കും, പ്രത്യേകിച്ച് ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞിട്ടുള്ള, മധ്യവയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ, അങ്ങനെയുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ഒരു മാതൃകയും ഒരു പ്രചോദനവുമാണെന്നുള്ള അഭിപ്രായം കൂടി ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ട് ശ്രീ വി പി ജയപ്രകാശ് മേനോനെ ഞാൻ ഈ പുസ്തകം കൈമാറിക്കൊണ്ട് ഇതിൻ്റെ പ്രകാശനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി നിർവഹിക്കട്ടെ. ശ്രീ ബി ശിവൻപിള്ളയ്ക്ക് എല്ലാ ആശംസകളും വന്നിട്ടുണ്ട്.